ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും മീനും കൂടെയുള്ള ഒരു കറിയാണ്. അയല മീനാണ്. ഇത് വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുമ്പളങ്ങ എന്ന് മുറിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ച കുമ്പളങ്ങയാണ്. ഫ്രഷാണ്, ഇന്ന് പറിച്ചെടുത്തതാണ്. നമുക്ക് കറി വെക്കാനായിട്ട് എല്ലാം നോക്കിയപ്പോൾ കുമ്പളങ്ങ കിടക്കുന്നു. എന്നാൽ ഇച്ചിരി കുമ്പളങ്ങയും മീൻ ഇരിപ്പുണ്ട്. ഇച്ചിരി കുമ്പളങ്ങയും മീനും കൂടെ കറി വെച്ചാന്ന് വെച്ചു. ഫ്രഷായ കുമ്പളങ്ങ കൊണ്ട് ചെത്താനൊക്കെ നല്ല എളുപ്പമുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ തൊടിയിലൊക്കെ വളമൊന്നും അധികം ഇടാതെ ചുമ്മാ ഈ വിത്ത് കൊണ്ടിട്ടാൽ മതി, കുമ്പളങ്ങ കഴിച്ചോളൂ. ഒരു വളപ്രയോഗം ഒന്നും ചെയ്യണ്ട, ഈ വിത്ത് കൊണ്ട് ഇട്ടാൽ മതി. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്താൽ മതി. ഇത് ചെറിയ കുമ്പളങ്ങയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഒത്തിരി വലിയ കുമ്പളങ്ങ എടുത്ത് കഴിയുമ്പം അതിന് അത്ര ടേസ്റ്റ് കാണിക്കുക. കുമ്പളങ്ങ നമ്മൾ അയല മീനിട്ടാണ് കറി വെക്കുന്നത്. കുമ്പളങ്ങയും മത്തിയും ഉപയോഗിച്ചും കറി വെക്കും. പിന്നെ ഉണക്കമീൻ തെരണ്ടി, ആ മീനിട്ടും ഈ കുമ്പളങ്ങ കറി വെക്കാം. ഏകദേശം ഒരു 100 ഗ്രാം കുമ്പളങ്ങ ഉണ്ട്. ഇത് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് കൂട്ടൊരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിതൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. മീൻ കറി വെക്കാനായിട്ട് ഒരു പാത്രം തീയാൻ വെക്കാം. അതിലേക്ക് നമുക്കൊരു 100 മില്ലി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ മീനൊന്ന് മുറിച്ച് വെക്കാം. നമുക്കിതൊരു 3 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. ഇത് അയലമീനാണ്. നമ്മൾ പച്ചമീൻ ഉപയോഗിച്ച് കറി വെക്കുന്നത്. ഉണക്കമീൻ, തെരണ്ടി മീനോ തുണ്ടമീനോ ഏത് മീൻ ഉപയോഗിച്ചും ഈ കുമ്പളങ്ങായ മീൻ കൂടെ കറി വെക്കാവുന്നതാണ്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3 കൊമ്പൻമുളക് അരിഞ്ഞിട്ട്, ഒരു 25 ഗ്രാം ഇഞ്ചി, ഒരു 10 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത്, 2 ഇതിൽ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചുവക്കുന്നതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാ മീൻ കറി വെക്കുന്നവരെ തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് കുമ്പളങ്ങയും കൂടെ ഇട്ട് ചേർക്കുന്നതേ ഉള്ളൂ. കുമ്പളങ്ങ ഇട്ട് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റായി വരും. ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കും. മുളക് പൊടി ചേർക്കാതെയാണേലും മഞ്ഞ പൊടി ഇട്ട് തന്നെയാണേലും കുമ്പളങ്ങ മീനും കൂടെ കറി വെക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് പോകാനായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ പുളിഞ്ചടയും കൂടി ഇട്ട് കൊടുക്കാം. പുളി തിളപ്പിച്ചാണെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് പുളി കഷ്ണം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, ഒരു 150 ഗ്രാം കുമ്പളങ്ങയുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റേക്ക് ഇട്ട് കൊടുക്കുക. കുമ്പളങ്ങയിൽ വെള്ളം കൊണ്ട് തിളയ്ക്കുമ്പോഴത്തേക്കും കുമ്പളങ്ങ ചാറായിട്ട് വരും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിത് വേകാനായിട്ട് ഒരു 10 മിനിറ്റ് ഇത് നമുക്കെന്തൊന്ന് മൂടി വെക്കാം. തീ നമുക്ക് കുറച്ചിടാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ഒന്ന് ഓഫാക്കാം. കുമ്പളങ്ങയിലെ വെള്ളം കൂടി ഇറങ്ങുമ്പോഴത്തേക്കും മീൻ കറി ഇത് നല്ല ടേസ്റ്റാണ്. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.